கவர்னருக்கும் வியாபாரி விவசாய ஏகோபன சங்கத்திற்கும் எதிராக கடுமையான விமர்சனத்துடன் எம்எம்மணி எம்எல்ஏ முன்வந்துள்ளார். பூமி பதிவு சட்டத்திருத்த பில்லில் கவர்னர் கையெழுத்து போடாமல் மாவட்டத்திற்குள் நுழைவது கண்டனத்துக்குரியது என்றும் எம்எம்மணி கூறினார். നമ്മുടെ നിയമസഭ പാസാക്കുന്ന ബില്ല് നിങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ? അവർ പാസാക്കിയത് ആ നിയമം. അത് ഒപ്പിടുകയല്ലാത്ത നാളിയെ നിങ്ങൾ വിളിച്ച കച്ചവടക്കാർ കൊണ്ടുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അതോ നിങ്ങൾ പൂനായിന്ന് വന്നവരാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനിയായ കച്ചവടക്കാരെന്ന സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് വഴക്കുള്ളതെന്നൊന്നും പറയല്ല. ഇത് ശരിയല്ല. ഈ നാടിയെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമുള്ളതല്ല. ഞാനാണ് എൻ്റെ അഭിപ്രായം. അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകേടാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആസനത്തിൽ ആപ്പടിക്കുന്ന പണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആപ്പടിക്കുന്നവനെ ഇവിടെ വെച്ച് കൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുന്ന മര്യാദകേടാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഈ ഉള്ള മണിയുടെ എൻ്റെ ഒരു തെളിയ അഭിപ്രായമാണ്. വലിയ മുടിപ്പിനൊന്നും കൂട്ടണ്ട, ചെറിയ തോതിലൊന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആലോചിക്ക്, അന്ന് ഇടുക്കിയില്ല പ്രവർത്തിക്കണമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ. നമുക്ക് വേണേലാകാം, സമയമുണ്ട്, സമയമൊന്നും പോയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു മര്യാദകേടുണ്ട് അതിനകത്ത്. ഗവർണർ നമുക്കിട്ട് പഠിക്കുക, ഇവിടുത്തെ കച്ചവടക്കാർ നമ്മുടെ സുഹൃത്തുക്കളുടെ അയലെ വിളിച്ച് കൊണ്ടുകൊണ്ട് ഉള്ളിലേരി വെച്ച് സ്വീകരിക്കുക, മര്യാദക്കേട്. ഏതായാലും അതൊന്ന് പുനരാലോചിക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അതാണ്. ഏതായിരുന്നാലും ഒരു കാര്യമാണ്, ഭൂപരിഷ്കരണ നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കുന്ന നാലാന്തരത്തിലെ അഞ്ചാന്തരം പണി, ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിസ്സാര കാര്യമല്ല, മര്യാദകേടാണ്. ആരാന്നാ പറയുന്നത്? ഉത്തരേന്ത്യകളിൽ കിടക്കുന്ന ഒരുത്തൻ ഗവർണർ പദവി പട്ടം ചാടി കൊടുത്തു, വിവരമില്ലാത്തവന്. ഇവിടെ വന്നിരുന്ന് നമ്മുടെ മുഖത്ത് പഠിക്കുക. ഇതേ അതല്ലേ